നമ്മുടെ ഈ മാറുന്ന ഈ ജീവിത രീതി, തിരക്കുള്ള ജീവിത രീതി, അതുപോലെ തന്നെ ഫുഡ്, ഡയറ്റിൻ്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം ഇന്നത്തെ കാലത്ത് സ്ലീപ്പിൻ്റെ ക്വാളിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ സർ? ഉണ്ട്. അതായത് നമ്മൾ കൂടുതലും സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ബ്രെയിനിന് നമുക്ക്, ഉദാഹരണത്തിന് നമ്മളെപ്പോഴും ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരോട് പറയുന്നത്, നിങ്ങളൊരു 4 മണി കഴിഞ്ഞാൽ ചായ കാപ്പി മുതലായ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഞാൻ എൻ്റെ ഏറ്റവും താഴത്തെ സാധനമാണ് ചായ കാപ്പി. റെഡ് ബുള്ളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. റെഡ് ബുള്ളിനെ പോലെ ഹൈ കഫീൻ കണ്ടൻ്റുള്ള, പിന്നെ ബാക്കിയുള്ള ലഹരികൾ, മറ്റേത് രാസലഹരികൾ, അത് ഇപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നു. ആൽക്കഹോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CNS ഡിപ്രസൻ്റ് ആണ്. പക്ഷേ അത് ഉറക്കത്തിൽ നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഉറക്കത്തിന് ഒരു തരത്തിലും നമുക്കത്, ചില ആൾക്കാർ ആൽക്കഹോൾ അടിച്ച ഉറക്കം വരാത്തവരുണ്ട്, ചിലർ പിറ്റേ ദിവസം കിടന്നുറങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ള പല ഇഷ്യൂസുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ നമുക്ക് ലഹരി, രാസലഹരി, അതുമാതിരിയുള്ള പലതരം സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം തലച്ചോറിലെ തന്മാത്രകളെ, ഇപ്പോൾ ആൽക്കഹോളിനെ നമ്മൾ പറയുന്നത് ഫോൾസ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ്. നോർമലായിട്ടുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ഈ പറയുന്ന എല്ലാ സൈക്കോ ആക്റ്റീവ് മെഡിക്കേഷൻസ്, ഡ്രഗ്സ്, ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഈ ബാധിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ ഫുഡിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റിമുലൻസ്, നമ്മൾ ഈ ചില തരത്തിലുള്ള ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പലപ്പോഴും നമ്മൾ പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്നുള്ളതാണ്. എപ്പോഴും ഒരു സ്ലീപ്പ് ഹൈജീൻ, നമ്മളിപ്പോൾ ഏത് തരം ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് 12 മണിക്ക് ഉറങ്ങാം, 10 മണിക്ക് ഉറങ്ങാം, 1 മണിക്ക് ഉറങ്ങാം, പക്ഷേ ആ ഉറങ്ങണ അനുസരിച്ച് ആ സമയം കൃത്യമായിട്ട് ഉറങ്ങാം. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കോൾസ് ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ഒത്തിരി ആൾക്കാർക്കും അത് ട്രെയിനിങ്ങും ഉണ്ട്, ഒരു പരിധിവരെ നമ്മളതൊക്കെ അഡാപ്റ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ പിറ്റേ ദിവസം കിടന്ന് ഉറങ്ങുമോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 6 മണിക്കൂർ ഉറങ്ങുമോ, പവർ നാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികളിലൊക്കെ വേണമെങ്കിൽ ചെയ്യാതെ. അപ്പോൾ നമുക്കെപ്പോഴും ഒരു സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ ഈ ഭക്ഷണവും ഇതുപോലെയുള്ള പാനീയങ്ങളും പിന്നെ പുകവലി, ഇതെല്ലാം തന്നെ നമ്മളുടെ തലച്ചോറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കെമിക്കൽ എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു ഹാർമണി ഉണ്ട്, അതങ്ങോട്ട് കളയും.